നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ 3 ടയറുകൾക്ക് കേടുപാടുകൾ വരുത്തിയതായി പരാതി. തൊടുപുഴ മുള്ളരിങ്ങാട് വെള്ളക്കയം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് തോമസ് ബസിന്റെ ടയറുകളാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. അല്ലസർ മെഡിക്കൽ കോളേജ് അനസ്തേഷ്യ വിഭാഗവും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനസ്തേഷ്യോളജിസ്റ്റ് മലനാട് ശാഖയും സംയുക്തമായി മെയ് 19-ന് ആസ്പെക്ട് 2024 ഏകദിന തുടർ മെഡിക്കൽ വിദ്യാഭ്യാസ പ്രോഗ്രാം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈദ്യുതി ലൈനുകൾ കൂട്ടിമുട്ടി അമിത വൈദ്യുതി പ്രവാഹമുണ്ടായി, ഉപകരണങ്ങൾ തകരാറിലായി. മൂലമറ്റം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപമാണ് സംഭവം. കടുത്ത വേനലിൽ വ്യാപക കൃഷിനാശം സംഭവിച്ച കുമളി ഗ്രാമപഞ്ചായത്തിലെ വെള്ളാരംകുന്നിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സന്ദർശനം നടത്തി. പ്രദേശത്ത് നിരവധി കർഷകരുടെ ഏലത്തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങിയിരുന്നു. വാർത്തകൾ വിശദമായി. നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ 3 ടയറുകൾക്ക് കേടുപാട് വരുത്തിയതായി പരാതി. തൊടുപുഴ മുള്ളരിങ്ങാട് വെള്ളക്കയം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് തോമസ് ബസിന്റെ ടയറുകളാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. ഇതോടെ ട്രിപ്പ് മുടങ്ങി. സംഭവത്തിൽ ദുരൂഹത തോന്നിയ ബസ് ഉടമ പോലീസിൽ പരാതി നൽകി. നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ സ്റ്റെപ്പിനി അടക്കം 3 ടയറുകൾക്ക് കേടുപാട് വരുത്തിയതായി പരാതി. തൊടുപുഴ മുള്ളരിങ്ങാട് വെള്ളക്കയം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് തോമസ് ബസിന്റെ ടയറുകളാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 7 മണിക്ക് വെള്ളക്കയത്ത് ട്രിപ്പ് അവസാനിക്കുന്ന രീതിയിലാണ് ബസിന്റെ സമയക്രമം. വ്യാഴാഴ്ച രാവിലെ ബസ് എടുക്കാൻ ചെന്ന ജീവനക്കാരാണ് ടയറുകൾ കാറ്റുകുത്തിയ നിലയിൽ കാണുന്നത്. തുടർന്ന് ജീവനക്കാർ ഉടമ ജോബിയെ വിവരമറിയിച്ചു. ട്രിപ്പ് മുടങ്ങുകയും സംഭവത്തിൽ ദുരൂഹത തോന്നിയ ബസ് ഉടമ കാളിയാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. വണ്ടി വെള്ളക്കയത്തെ ഹാൾട്ടാവണേ. വണ്ടി രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടി എടുക്കാൻ ചെന്ന് കഴിയുമ്പോൾ വണ്ടി ഫ്രണ്ട് ടയർ പഞ്ചറാകും. നോക്കി ബാക്കിൽ നിന്ന് അരിച്ചിടാൻ നോക്കി ബാക്കി ടയറും കാറ്റ് കുത്തിയേക്കുക. സ്റ്റെപ്പിനി നോക്കിക്കുമ്പോൾ സ്റ്റെപ്പിനിയുടെയും കാറ്റില്ല, 3 വീലിലും കാറ്റ് കുത്തിയിട്ടേക്കുക. അത് വണ്ടി തിരിച്ച് മുള്ളരിങ്ങാടിനും പോകുന്ന രീതിയിലാണ് വണ്ടി തിരിച്ചിട്ടാറുന്നത്. അപ്പോൾ ബാങ്ക് അവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ആ സൊസൈറ്റിയുടെ ഫ്രണ്ടിൽ വിട്ടാണ്. ആ സൊസൈറ്റിയുടെ CCTV ക്യാമറ ഉണ്ടാവും, ചെക്ക് ചെയ്ത് അറിയാൻ പറ്റുക. നിലവിൽ വണ്ടി ചാല് മുടങ്ങി വണ്ടി പോകാൻ പറ്റിയിട്ടില്ല. വണ്ടി അവിടെ നിലവിൽ ഹാൾട്ടായി കിടക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കാളിയാർ സ്റ്റേഷനിൽ വന്നിട്ട് പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന മറ്റൊരു ബസ്സുമായി സമയക്രമത്തെ ചൊല്ലി കുറച്ചു നാളുകളായി തർക്കവും കേസും നിലനിൽക്കുന്നതായും ജോബി പറഞ്ഞു. 18 വർഷമായി ബസ് സർവീസ് നടത്തുന്ന തനിക്ക് ഇതുവരെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്നും ഈ അടുത്ത കാലത്താണ് ഈ മേഖലയിൽ നിരന്തര പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നും ജോബി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്ലാന്റേഷൻ മേഖലയിലെ മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ച് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ കാര്യാലയത്തിൽ ലഭ്യമല്ല. പിരിവ് 1 മുതൽ 5 വരെയുള്ള മറുപടി ലേബർ കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്ന് ലഭ്യമാക്കാവുന്നതാണ്. വിഷയത്തിൽ ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വകുപ്പുകളിൽ നിന്നും കത്തുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും തോട്ടം തൊഴിലാളി യൂണിയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിലൊന്നും കുറച്ചിട്ടുള്ളതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു 133.28 133/28 ഒരു മാസം നിങ്ങൾക്ക് കിട്ടുന്ന DA. ഒരു മാസം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 132.7. അല്ലസർ മെഡിക്കൽ കോളേജ് അനസ്തേഷ്യ വിഭാഗവും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനസ്തേഷ്യോളജിസ്റ്റ് മലനാട് ശാഖയും സംയുക്തമായി മെയ് 19-ന് ആസ്പെക്ട് 2024 ഏകദിന തുടർ മെഡിക്കൽ വിദ്യാഭ്യാസ പ്രോഗ്രാം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിക്കും. അനസ്തേഷ്യ, ക്രിട്ടിക്കൽ കെയർ മേഖലകളിലെ ദേശീയ സംസ്ഥാനതല വിദഗ്ധർ ക്ലാസ് നയിക്കും. അല്ലസർ മെഡിക്കൽ കോളേജ് അനസ്തേഷ്യ വിഭാഗവും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനസ്തേഷ്യോളജിസ്റ്റ് മലനാട് ശാഖയും ചേർന്ന് ആസ്പെക്ട് 2024 ഏകദിന തുടർ മെഡിക്കൽ വിദ്യാഭ്യാസ പരിപാടി മെയ് 19-ന് അല്ലസർ ദന്തൽ കോളേജിൽ വെച്ച് നടത്തും. സുരക്ഷിതമായ അനസ്തേഷ്യ എന്നതാണ് പ്രതിപാദന വിഷയം. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിക്കും. അനസ്തേഷ്യ, ക്രിട്ടിക്കൽ കെയർ മേഖലകളിലെ ദേശീയ സംസ്ഥാനതല വിദഗ്ധർ നയിക്കുന്ന ക്ലാസ്സിൽ 150ഓളം ഡോക്ടർമാർ പങ്കെടുക്കും. അനസ്തേഷ്യ സേഫ് അനസ്തേഷ്യ എന്നുള്ളതാണ്. അതായത് അനസ്തീഷ്യയ്ക്ക് നമ്മൾ സുരക്ഷിതമായിട്ട് ആളുകളിലേക്ക് നമ്മൾ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ അതിൻ്റെ സുരക്ഷിത മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ച് ഒരു അവയർനെസ്, എല്ലാവർക്കും ഒരു ബോധവൽക്കരണം. അത് മാത്രവുമല്ല
പുതിയ സാങ്കേതിക വിദ്യകൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഡെവലപ്മെന്റ്സ് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് പണ്ട് ഡോക്ടർമാരെന്ന് പറയുമ്പോൾ സ്റ്റെതസ്കോപ്പ് എന്നുള്ളത് മാത്രമാണ് കണ്ടിരുന്നത്. ഇന്നിപ്പോൾ അൾട്രാസൗണ്ടിന്റെ ആ ഒരു ടെക്നോളജി അനസ്തീഷ്യ രംഗത്ത്, ക്രിട്ടിക്കൽ കെയർ രംഗത്ത് വളരെ വളരെ അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രതിപാദന വിഷയമായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ഒരു കോൺഫറൻസ്, ഒരു 1 day CME നടത്തിയിരുന്നു ഇവിടെ. അതിന് നമുക്ക് പ്രസ് റിലീസ് കൊടുത്തെങ്കിലും കവറേജ് നമുക്ക് വന്നില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ വിചാരിച്ചത് തീർച്ചയായിട്ടും, കാരണം അല്ലസറിൽ വെച്ച് നമ്മൾ സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ വലിയൊരു പ്രോഗ്രാമാണ്. സംസ്ഥാനത്ത് 150 ഡോക്ടർമാരോളം പങ്കെടുക്കുന്ന ഒരു പരിപാടി. മെഡിസിൻ, കുറേ ഡിപ്പാർട്ട്മെന്റ്സിൽ ഓൾറെഡി പോസ്റ്റ് ഗ്രാജുവേറ്റ് സീറ്റുകളുണ്ട്. ഇത്തവണ അത് അനസ്തീഷ്യ, അതുപോലെ സർജറി, ഇതിനൊക്കെ പുതിയതായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് സീറ്റുകൾ വരികയാണ്. അപ്പോൾ നമ്മുടെ ആശുപത്രിയുടെ സേവനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനൊരു അവസരമാണിത്. നമ്മുടെ ഈ പരിപാടിയുടെ ഒഫീഷ്യൽ ഉദ്ഘാടനം 10:20 എന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്. 10:20 to 10:50 ആണ് ആ ഒഫീഷ്യൽ പ്രോഗ്രാം, ഇനോഗ്രൽ പ്രോഗ്രാം. അത് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സാറ് നിർവഹിക്കുന്നതായിരിക്കും. ചടങ്ങിൽ നമ്മുടെ അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചെയർമാൻ KM മൂസ സാറ്, അതേപോലെ ISAയുടെ ഭാരവാഹികൾ, നേരത്തെ മുൻ ദേശീയ പ്രസിഡന്റ് V രാധാകൃഷ്ണൻ സാറ്, ഇപ്പോഴത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബിനിൽ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പോൾ റഫേൽ, അങ്ങനെ ISA മലനാടിന്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ യോഗത്തിൽ അല്ലസർ ഗ്രൂപ്പ് ചെയർമാൻ KM മൂസ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് ജോസഫ്, ISA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബിനിൽ ഐസക്, സെക്രട്ടറി ഡോക്ടർ പോൾ റാഫേൽ, ISA മലനാട് പ്രസിഡന്റ് ഡോക്ടർ ശ്രീകുമാർ ശർമ്മ, സെക്രട്ടറി ഡോക്ടർ നബീൽ B തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആസ്പെക്ട് 2024 സംഘടനാ സമിതി ചെയർമാൻ ഡോക്ടർ മഞ്ജിത് ജോർജ്, സെക്രട്ടറി ഡോക്ടർ രോഹിത് കമൽ, ഡോക്ടർ മാത്യു ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന മൂലമറ്റം ഗണപതി അമ്പലത്തിന് സമീപമുണ്ടായിരുന്ന പാലവും സമീപത്തെ വീടുകളുടെ സംരക്ഷണ ഭിത്തിയും ഇതുവരെ ഒന്നും ചെയ്യാതെ കിടക്കുന്നു. മഴ ആരംഭിക്കാറായി. മഴക്കാലത്ത് സമീപത്തെ വീടുകൾ കൂടി തകരും. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളോ രാഷ്ട്രീയക്കാരോ മറ്റ് ജനപ്രതിനിധികളോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവർക്കും നിവേദനങ്ങൾ കൊടുക്കുകയും ബന്ധപ്പെട്ടവരെല്ലാം സ്ഥലത്ത് വന്ന് സംഭവങ്ങൾ കാണുകയും പരിഹരിക്കാമെന്ന് പറയുകയും ചെയ്തതല്ലാതെ യാതൊരു പരിഹാരവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന മൂലമറ്റം ഗണപതി അമ്പലത്തിന് സമീപമുണ്ടായിരുന്ന പാലവും സമീപത്തെ വീടുകളുടെ സംരക്ഷണ ഭിത്തിയും ഇതുവരെ ഒന്നും ചെയ്യാതെ കിടക്കുന്നു. മഴ ആരംഭിക്കാറായി. മഴക്കാലത്ത് സമീപത്തെ വീടുകൾ കൂടി തകരും. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളോ രാഷ്ട്രീയക്കാരോ മറ്റ് ജനപ്രതിനിധികളോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവർക്കും നിവേദനങ്ങൾ കൊടുക്കുകയും ബന്ധപ്പെട്ടവരെല്ലാം സ്ഥലത്ത് വന്ന സംഭവങ്ങൾ കാണുകയും പരിഹരിക്കാമെന്ന് പറയുകയും ചെയ്തതല്ലാതെ യാതൊരു പരിഹാരവും ഉണ്ടാക്കിയിട്ടില്ല. ഇടാട്, ഇലപ്പള്ളി, കണ്ണിക്കൽ, പുത്തേട്, മണപ്പാടി, KCB കോളനി, പതിപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് ആളുകൾ നടന്നുപോയിക്കൊണ്ടിരുന്ന ഈ പാലം തകർന്നതോടെ ജനങ്ങൾ ദുരിതത്തിലായി. ശ്രീകൃഷ്ണ പരമാത്മാ ഭഗവന്തം ഭജാമി സമാധാനമാകണമെങ്കിൽ പാലം നന്നാക്കി സാനന്ദരൂപം സകല 5 മിനിറ്റ് പോലും വേണ്ടായിരുന്നു അമ്പലത്തിലെത്താൻ. ഇപ്പോൾ അരമണിക്കൂർ കൂടുതൽ ചുറ്റിക്കറങ്ങി ഞങ്ങൾ വരുന്നത്. എത്രയും പെട്ടെന്ന് പാലത്തിൻ്റെ പണി തീർക്കണമെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. 4 കൊല്ലമായി. ഞങ്ങൾക്ക് ഈ വഴിയൊന്നും ഇല്ലാതെ ആൾക്കാർ നടക്കാനും അമ്പലത്തിൽ വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പാലം ഒന്ന് നന്നാക്കി തരാം. ഈ പാലം 4 വർഷത്തോളമായി. ഇതിൻ്റെ അധികാരികളോട് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അതിൽ നിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഈ പാലം പണിത് തരാനുള്ള യാതൊരുവിധ നീക്കവും നടക്കുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം ഈ പാലം പണിത് ഭക്തജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാക്കി തരേണ്ട അത്യാവശ്യമാണ്. എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് ഞങ്ങളുടെ ആവശ്യം. ഇത്ര നാളായി ഇവരൊക്കെ നടപ്പാലം പോലും ഉണ്ടാക്കി തരാൻ അവരെ കൊണ്ട് സഹായിച്ചിട്ടില്ല. ഇനി 24-25 ഫണ്ടുകൊണ്ട് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. രാഷ്ട്രീയം ആയിരിക്കാം, സാമുദായികമായിരിക്കാം, പക്ഷേ ഒന്നുമില്ലെങ്കിൽ ബേസിക് നീഡാണ് ജനങ്ങൾക്ക് നടക്കാനുള്ളൊരു അവകാശം. ഈ ആറ്റിക്കൂടെ ഏതായാലും കയറി ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഒരു ക്ഷേത്രത്തിലേക്ക് വരണമെങ്കിൽ ഇപ്പം 1.5 കിലോമീറ്റർ ചുറ്റി വേണം വരാൻ. ആരാധനാലയങ്ങൾ, വിദ്യാലയങ്ങൾ, സർക്കാർ അർദ്ധ സർക്കാർ ഓഫീസുകളിൽ പോകുന്നതിന് എളുപ്പവഴിയായിരുന്നു ഈ പാലം. ചെറുവാഹനങ്ങൾ മാത്രം ഓടത്തക്ക വിധത്തിൽ പണിതിരുന്നെങ്കിൽ പൊതുജനത്തിന് അത് ഉപകാരപ്രദമായേനെ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ വലിയ വാഹനങ്ങളും ബസ്സുകളും ഓടിക്കൊണ്ടിരുന്ന പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നതോടെ ബസ്സുകളും വലിയ വാഹനങ്ങളും എല്ലാം വൈദ്യുതി ബോർഡിന്റെ കോളനിക്കകത്തുകൂടിയാണ് സർവീസ് നടത്തുന്നത്. എറണാകുളം തേക്കടി സംസ്ഥാന പാത കൂടിയാണിത്. വൈദ്യുതി ബോർഡിന്റെ പാലത്തിന് തകരാർ സംഭവിക്കുകയോ വൈദ്യുതി ബോർഡ് നിരോധനം ഏർപ്പെടുത്തുകയോ ചെയ്താൽ പുള്ളിക്കാനം, വാഗമൺ
റോഡിലൂടെയുള്ള ഗതാഗതം നിലയ്ക്കും. അതിനുള്ള അവസരം ഉണ്ടാകുന്നതിന് മുമ്പ് ഗണപതി അമ്പലത്തിന് സമീപം പാലം നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പും സർക്കാരും അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. വൈദ്യുതി ലൈനുകൾ കൂട്ടിമുട്ടി അമിത വൈദ്യുതി പ്രവാഹമുണ്ടായി ഉപകരണങ്ങൾ തകരാറിലായി. മൂലമറ്റം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപമാണ് സംഭവം. 11 kV ലൈനും LT ലൈനുമാണ് കൂട്ടിപ്പിടിച്ചു കിടക്കുന്നത്. റബ്ബർ തോട്ടത്തിലൂടെയാണ് ലൈൻ പോകുന്നത്. റബ്ബർ ഒടിഞ്ഞു വീണ് 11 kV ലൈനുമായി കൂട്ടിപ്പിടിച്ച് നിരവധി വീടുകളിലെ TV തുടങ്ങിയ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിപ്പോയി. മരം വെട്ടിമാറ്റണമെന്ന് മൂലമറ്റം സെക്ഷൻ ഓഫീസിൽ പറഞ്ഞെങ്കിലും അവർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. വൈദ്യുതി ലൈനുകൾ കൂട്ടിക്കെട്ടിക്കിടക്കുന്നു. ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ല. മൂലമറ്റം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപമാണ് സംഭവം. 11 kV ലൈനും LT ലൈനുമാണ് കൂട്ടിക്കെട്ടി കിടക്കുന്നത്. റബ്ബർ തോട്ടത്തിലൂടെയാണ് ലൈൻ പോകുന്നത്. റബ്ബർ ഒടിഞ്ഞു വീണ് 11 kV ലൈനുമായി കൂട്ടിപ്പിടിച്ച് നിരവധി വീടുകളിലെ TV തുടങ്ങിയ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിപ്പോയി. മരം വെട്ടിമാറ്റണമെന്ന് മൂലമറ്റം സെക്ഷൻ ഓഫീസിൽ പറഞ്ഞെങ്കിലും അവർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് ഇവിടെ ലൈന് വീണിട്ട് കഴിഞ്ഞ ദിവസം കുറേ ഇലക്ട്രോണിക് ഉപകരണമൊക്കെ വീട്ടിൽ നിന്ന് പോയി. കമ്പ്യൂട്ടർ അടിച്ചുപോയി. അതുപോലെ ഒന്നും അത് ലൈൻ വീണിട്ടുണ്ട്. ഞങ്ങൾക്ക് കറണ്ടൊന്നുമില്ല. അത് ഇതിനെന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ച് തരണം. 2-3 മാസം മുമ്പ് ഞങ്ങൾ ഇത് അവരെ ഇൻഫോം ചെയ്തതാണ് KSEBയിൽ. പക്ഷെ അവർ വന്ന് നോക്കിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടുത്തെ തട്ടാമ്പറമ്പിലെയുള്ള റബ്ബർ മരം വീണ് അത് ഒടിഞ്ഞു വീണ് ഞങ്ങളുടെ ഇലക്ട്രിക് സാധനങ്ങളെല്ലാം പോവുകയും ഞങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ കറണ്ട് ഇല്ലാതിരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്നലെയൊക്കെ അവരെ ഇൻഫോം ചെയ്താണ്. അവർ വരികയോ ഒന്നും ചെയ്തിട്ടുമില്ല. പിന്നെ ഇപ്പോൾ അവർ വീണ്ടും ഇന്നിപ്പം കറണ്ട് പോയി ലൈനെല്ലാം കൂട്ടിമുട്ടി കിടക്കുകയാണ്. എന്നിട്ട് ഇതുവരെ ഇൻഫോം ചെയ്തിട്ട് അവർ വന്നിട്ടുമില്ല. 3 മാസമായിട്ട് ലൈനിൽ കൂട്ടിമുട്ടി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇതുവരെയായിട്ടും ആരും വന്നത് ശരിയാക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. 3 മാസങ്ങൾക്ക് മുമ്പ് ഈ ലൈൻ വീണ് മരം ഒടിഞ്ഞ് വീണ് ഈ ലൈൻ താഴത്തേക്ക് വീണ് കിടന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് അവർ വന്നില്ല. അത് കഴിഞ്ഞത് വൈകിട്ടായി കഴിഞ്ഞ് വീണ്ടും വന്ന് അവർ ഈ സാധനം എല്ലാം റെഡിയാക്കി തന്നു. പക്ഷേ ഈ ലൈൻ അവർ പൊക്കിക്കെട്ടിയില്ല. ഇത് പഴയ ലൈനാണ്, ഹെവി ലൈനാണ്. ഈ ലൈൻ വന്ന് താഴത്തെ ലൈനിലേക്ക് വന്ന് ഇവിടെ ഒരു വീടിൻ്റെ മുകളിലും വീണ് ഈ സാധനം ഇപ്പം നിലവിൽ കത്തി. അത് കഴിഞ്ഞിപ്പോൾ വീണ്ടും ഇത് പൊക്കിക്കെട്ടി. അത് കഴിഞ്ഞിപ്പം വീണ്ടും വീണു. ഇവർ ഇതിന് നല്ലൊരു നടപടി എടുത്തിട്ടില്ല. ഓഫീസിൽ പരാതി കൊടുത്തു. അവർ വന്ന് നോക്കി. അവർ വിളിച്ചു പറഞ്ഞു സെക്ഷൻ ഓഫീസിൽ നിങ്ങളൊരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അവിടെ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും ഇതുവരെയും ഒരു തീരുമാനം എടുത്തില്ല. ഇതിപ്പം വീണ്ടും ഈ ലൈൻ താഴത്തേക്ക് വീണ് കിടക്കുകയാണ്. പിന്നെ ഇവിടെ ഈ ലൈൻ വീണ് ഈ നിരവധി വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം കത്തി നശിച്ച് ലക്ഷങ്ങളുടെ സാധനങ്ങളെല്ലാം നശിച്ചു പോയി. 11 kV വൈദ്യുതി ഇല്ലാത്തതാണെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ 2 ലൈനുകളും കൂട്ടിപ്പിടിച്ചതോടെ വീടുകളിൽ വൈദ്യുതി നിലച്ചു. കൂട്ടിപ്പിടിച്ചപ്പോൾ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിപ്പോയി. ഈ വിവരങ്ങളെല്ലാം പറഞ്ഞെങ്കിലും ഓഫീസിൽ നിന്നും ഒരനക്കവും ഉണ്ടായിട്ടില്ല. മോട്ടോർ, വാഷിംഗ് മെഷീൻ, തേപ്പ് പെട്ടി, ലൈറ്റുകൾ, ഫാനുകൾ ഒക്കെ തകരാറിലായിട്ടും യൂണിയനുകളുടെ തണലിൽ ബന്ധപ്പെട്ടവർ വിലസുകയാണ്. ഭരണകക്ഷിയുടെ യൂണിയൻ കൂടിയായതുകൊണ്ട് അഹങ്കാരത്തിന് കുറവില്ലെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത്. മേലുദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ വിഷമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. കടുത്ത വേനലിൽ വ്യാപക കൃഷിനാശം സംഭവിച്ച കുമളി ഗ്രാമപഞ്ചായത്തിലെ വെള്ളാരംകുന്നിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സന്ദർശനം നടത്തി. പ്രദേശത്ത് നിരവധി കർഷകരുടെ ഏലത്തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങിയിരുന്നു. ഇതിൽ ഏതാനും തോട്ടങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശനം നടത്തിയത്. 1986 കടുത്ത വരൾച്ചയ്ക്ക് ശേഷമാണ് കൊടുംവേനലിൽ സംസ്ഥാനത്തുണ്ടായ വ്യാപക കൃഷിനാശത്തിനൊപ്പം ഇടുക്കി ജില്ലയിലും വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചത്. കടുത്ത വേനൽ ചൂടിൽ ജില്ലയ്ക്ക് തിരിച്ചടി നേരിട്ടത് ഏലം കൃഷി മേഖലയിലായിരുന്നു. ജില്ലയിലുണ്ടായ കൃഷി നാശനഷ്ടങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ജില്ലയിലെത്തിയതിന്റെ ഭാഗമായാണ് വ്യാപക ഏലകൃഷി നാശം സംഭവിച്ച കുമളി വെള്ളാരംകുന്നിലും മന്ത്രി സന്ദർശനം നടത്തിയത്. മന്ത്രി റോഷി അഗസ്റ്റിനൊപ്പം മന്ത്രി പി പ്രസാദ് കുമളി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട വെള്ളാരംകുന്ന് പ്രദേശത്ത് ഏതാനും ഏലത്തോട്ടങ്ങൾ സന്ദർശനം നടത്തി. ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന പ്രകാരമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ തക്ക നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിനൊപ്പം മന്ത്രി റോഷി അഗസ്റ്റിൻ, പീരുമേട് MLA വാഴൂർ സോമൻ, CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം രാജൻ നിറണക്കുന്നിൽ, കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ഏലം കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, കുമളി.
തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന കോലാനിയിൽ PWD റോഡിൽ നിൽക്കുന്ന മരങ്ങൾ വൻ അപകട ഭീഷണിയിൽ. ഒരു മരം കടപുഴകി വീഴുകയും വൻ ദുരന്തം ഒഴിവാക്കുകയും ചെയ്തു. മറ്റു മരങ്ങൾ ചുവടിളകി വീഴാറായ നിലയിലുമാണ്. മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തിട്ടും അവർ വന്ന് നോക്കിയതല്ലാണ്ട് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എത്രയും വേഗം മരങ്ങൾ വെട്ടിമാറ്റി അപകടസ്ഥിതി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന കോലാനിയിൽ PWD റോഡിൽ നിൽക്കുന്ന മരങ്ങൾ വൻ അപകട ഭീഷണിയിൽ. ഒരു മരം കടപുഴകി വീഴുകയും വൻ ദുരന്തം ഒഴിവാക്കുകയും ചെയ്തു. മറ്റു മരങ്ങൾ ചുവടിളകി വീഴാറായ നിലയിലുമാണ്. മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തിട്ടും അവർ വന്ന് നോക്കിയതല്ലാണ്ട് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് മരങ്ങൾ വെട്ടിമാറ്റി അപകടസ്ഥിതി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള കോലാനി എന്ന് പറയുന്ന സ്ഥലത്ത് PWD റോഡിൽ നിൽക്കുന്ന ഒരു 7-8 മരങ്ങളിൽ 2 മരങ്ങൾ അതിനകത്ത് ഒരു മരം ഇന്നലെ രാത്രിയിൽ റോഡിന് കുറുകെ മറിഞ്ഞു വീഴുകയും വലിയൊരു അപകടം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മരം ഇന്നലെ രാത്രിയിൽ തന്നെ വെട്ടി മാറ്റിയിട്ടുണ്ട്. എങ്കിലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്ന ഇലക്ട്രിക് ലൈനുകളെല്ലാം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഒരു മാസം മുമ്പ് മറ്റൊരു മരം നമുക്ക് കാണാം, ഈ ചെരിങ്ങി നിൽക്കുന്ന മരം അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മറിഞ്ഞ് മറ്റൊരു തേക്ക് മരത്തിൻ്റെ മുകളിൽ തങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ ചോടെല്ലാം വിട്ടിരിക്കുന്നതാണ്. അത് ഒരു മാസം മുമ്പ് നമ്മൾ മുനിസിപ്പാലിറ്റി പറയുകയും മുനിസിപ്പൽ കൗൺസിലർ ജോസിയേട്ടൻ അത് വളരെ വേഗം തന്നെ PWD റിപ്പോർട്ട് ചെയ്യുകയും അവിടെ നിന്ന് വന്ന ഒരു എസ്റ്റിമേറ്റ് എടുത്ത് പോവുകയും ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വന്ന പണിക്കാരോടൊക്കെ ചോദിച്ച് അതിൻ്റെ ഇതെല്ലാം മനസ്സിലാക്കി പോയതാണ്. പക്ഷേ നാളിതുവരെയായിട്ടും അത് വെട്ടിമാറ്റാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റത്ത് അത് അങ്ങോട്ടേക്ക് ചാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയും വീണ്ടും ഞങ്ങളിത് വിളിച്ചു പറയുകയും ചെയ്തതാണ്. പക്ഷേ നേരെ ഇതുവരെയായിട്ടും ആ മരം വെട്ടിമാറ്റിയിട്ടില്ല. ഇതുപോലെ തന്നെ ഇതിനപ്പുറം ഒരു 5 മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ 5 മരങ്ങളും ഇതുപോലെ റോഡിലേക്ക് ചാഞ്ഞ് അതിനകത്തുനിന്നൊരു പൊടിയൊക്കെ വീണ് അതും അപകടാവസ്ഥ തന്നെയാണ്. ഞങ്ങളുടെ ആവശ്യം ഈ മുഴുവൻ മരങ്ങളും ഇവിടുന്ന് വെട്ടി നീക്കിയില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ വീണ്ടും ഇലക്ട്രിക് ലൈൻ ആവാം. അതുപോലെ തൊടുപുഴപാല റൂട്ടാണ്, എപ്പോഴും വണ്ടികളുള്ളതാണ്. ഈ വണ്ടികളുടെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മേലിലാണ് ഈ മരം വീഴുന്നതെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മരങ്ങളിലെ കമ്പ് വീണ് ഇപ്പോഴും മിക്കവാറും ഒരാഴ്ചയിൽ ഒരു അപകടം ഇവിടെ നടക്കാറുണ്ട്. ഞങ്ങളിവിടെ നാട്ടുകാരാണ് ഈ വീഴുന്ന വണ്ടികളെയൊക്കെ എടുത്ത് രക്ഷിച്ചു വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിയന്തിരമായി ഈ ഇവിടുത്തെ റോഡിൻ്റെ ഗതാഗത സൗകര്യം ഒരുക്കുന്നതിനും അതുപോലെ ഇവിടുത്തെ ഇലക്ട്രിക് സംവിധാനം നിലനിർത്തുന്നതിനും വേണ്ടി ഈ 5 മരങ്ങൾ കൂടി അടിയന്തിരമായി വെട്ടി മാറ്റണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. സമീപത്ത് കടകളിലേക്കും വീടുകളിലേക്കും വീഴാറായ സ്ഥിതിയിലാണ് മരങ്ങൾ നിൽക്കുന്നത്. മരം ചാഞ്ഞു നിൽക്കുന്നതിനാൽ ഇലക്ട്രിക് ലൈൻ കമ്പികൾ പൊട്ടുന്നതും സ്ഥിരം കാഴ്ചയാണ്. കൂടാതെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയരികിലാണ് മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വാഹനങ്ങളുടെ മുമ്പിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നിഷേധാത്മക നിലപാടാണ് ഉണ്ടാകുന്നത്. വകുപ്പുകൾ തമ്മിലുള്ള ഐക്യമില്ലായ്മയാണ് ഈ അലംഭാവത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭാ പരിധിയിൽ മഴക്കാല പകർച്ചവ്യാധികൾ വ്യാപനം തടയുന്നതിനും മുന്നൊരുക്കങ്ങൾ എന്നിവയെ സംബന്ധിച്ച് അവലോകന യോഗം നടന്നു. തൊടുപുഴ നഗരസഭാ ചെയർമാന്റെ ചേംബറിൽ നടത്തിയ യോഗത്തിൽ തൊടുപുഴ നഗരസഭ, ആരോഗ്യവകുപ്പ്, ആയുർവേദം, ഹോമിയോ, PWD എന്നീ വകുപ്പുകളുടെ പ്രതിനിധികളും പങ്കെടുത്തു. തൊടുപുഴ നഗരസഭാ പരിധിയിൽ മഴക്കാല പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിനും മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കുന്നതിനും സംബന്ധിച്ച് തൊടുപുഴ നഗരസഭ, ആരോഗ്യവകുപ്പ്, ആയുർവേദം, ഹോമിയോ, PWD, വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളുടെ അടിയന്തര അവലോകന യോഗം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പകർച്ചവ്യാധികൾ തടയുന്ന നടപടികളെയും പ്രതിരോധ മാർഗങ്ങളെയും കുറിച്ച് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി PN സംസാരിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗം, പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ലേബർ ഡിപ്പാർട്ട്മെന്റ് സംയുക്തമായി അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നതിന് സ്ക്വാഡ് രൂപീകരിക്കുന്നതിനും ആഴ്ചയിലൊരിക്കൽ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും നഗരസഭാ ചെയർമാൻ നിർദ്ദേശം നൽകി. കുടിവെള്ള സ്രോതസ്സുകൾ ഉൾപ്പെടെ മലിനമാകുന്ന ജനസംഖ്യ കൂടുതലുള്ള മേഖലകളിൽ വെള്ളം ഒഴുകി പോകാൻ പറ്റാത്ത സാധ്യത ഉണ്ടാകുകയും വെള്ളം കെട്ടിക്കിടക്കുകയും അത് അസുഖങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സ്ഥിതിയിൽ ആ മേഖലകളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ പബ്ലിക് ഹെൽത്തിൻ്റെ ഭാഗത്തും നഗരസഭയുടെ ഭാഗത്തും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും നമുക്കറിയാം, ഓരോ ദിവസവും ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക വൈറസുകൾ ഇന്നത്തെ വായിക്കാൻ സാധിക്കും. ചില മേഖലകളിലെല്ലാം, കേരളത്തിലെ പല മേഖലകളിൽ വ്യത്യസ്തമായ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഒരു സ്കൂൾ തുറക്കുന്ന ഒരു സമയമാണ്. കുട്ടികളെ സംബന്ധിച്ച് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം കുട്ടികളിലെ അസുഖം വിളിച്ചുകൊടുക്കാൻ പെട്ടെന്ന് ഉണ്ടാകാൻ സാധിക്കും. സ്കൂളിൻ്റെ പരിസരങ്ങൾ ഏകദേശം ഇത്രയും ദിവസം അടച്ചിട്ട സ്കൂളിൻ്റെ പരിസരങ്ങളിലെല്ലാം ഈ പറയുന്ന വെള്ളം കെട്ടിക്കിടക്കുകയും അതുപോലെ തന്നെ
അപകടകരമാകുന്ന മരങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രീ കമ്മിറ്റി കൂടി ഇപ്പോൾ അധ്യാപകരെ വിളിച്ച് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പല രീതിയിലുള്ള അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ നമുക്ക് ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ ജൂൺ 3 വരെയുള്ള ഈ ദിവസങ്ങളിൽ രോഗം വരാൻ സാധ്യതയുള്ള മേഖലകൾ, വൃത്തിഹീനമായി കിടക്കുന്ന സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒരു ടീമായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഏതൊക്കെ രീതിയിലുള്ള മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ നടത്തേണ്ടതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. യോഗത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നഗരസഭയുമായി സഹകരിച്ച് മഴക്കാല മുന്നൊരുക്ക പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണമെന്ന് നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി പറഞ്ഞു. നഗരസഭ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ, ഹോമിയോ ആയുർവേദ മെഡിക്കൽ ഓഫീസർ, KWA, AEE, PWD, AE, ഓവർസീർ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, വിവിധ സ്കൂളുകളിലെ അധ്യാപകർ, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ, നഗരസഭ ആരോഗ്യ വിഭാഗം, കുടുംബശ്രീ ചെയർപേഴ്സൺ, ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. മുനിസിപ്പൽ സെക്രട്ടറി ബിജു ജേക്കബ് യോഗത്തിന് സ്വാഗതവും നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രജീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം നിൽക്കുന്ന ഉണങ്ങിയ മരം അപകടാവസ്ഥ സൃഷ്ടിക്കുന്നു. ഉണങ്ങിയ മരം ഏത് നിമിഷവും നിലംപതിക്കാവുന്ന നിലയിലാണ്. സ്കൂൾ തുറക്കും മുമ്പേ അപകടാവസ്ഥ ഉയർത്തുന്ന മരം മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം. അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിനരികിലാണ് മരമുണങ്ങി അപകടാവസ്ഥ ഉയർത്തുന്നത്. വലിയ ഉയരമുള്ള മരം ഉണങ്ങി ബലക്ഷയം വന്ന നിലയിലാണ്. മരം പതിയെ ചെരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നും സമീപവാസികൾ പറയുന്നു. മരം നിലംപതിച്ചാൽ വലിയ അപകടം സംഭവിക്കും. സ്കൂൾ തുറന്നാൽ സദാസമയവും ഗ്രൗണ്ടിൽ കുട്ടികളുടെ സാന്നിധ്യമുണ്ടാകും. സ്കൂൾ തുറക്കും മുമ്പേ അപകടാവസ്ഥ ഉയർത്തുന്ന മരം മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം. കളിക്കാനായിട്ട് അവർ ഇൻ്റർവൽ പീരീഡൊക്കെ ഉപയോഗിക്കുന്ന ഈ ഗ്രൗണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഇൻ്റർവൽ പീരീഡ് സമയത്ത് പെട്ടെന്ന് മഴ ഉണ്ടാവുക അല്ലെങ്കിൽ കാറ്റ് വീശുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ മറിഞ്ഞു വീടുകൊണ്ട് വലിയൊരു അപകടം നമുക്കുണ്ടാവും. അതിന് അധികാരികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഇതിനു മുമ്പ് തന്നെ പല പ്രാവശ്യം നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും സ്കൂൾ അധികാരികളുടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടികളും പാലിക്കാതെ PTO ഒന്നും ഇത്തരത്തിൽ യാതൊരു ശ്രദ്ധയും ചെലുത്താതെ ഈ അപകടത്തിൽ നിൽക്കാൻ അങ്ങനെ തുറന്നു പോകാനായിട്ട് ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഈ അപകടാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതാണ്. ഗ്രൗണ്ടിന് സമീപം തന്നെയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ക്വാർട്ടേഴ്സുകൾ പ്രവർത്തിക്കുന്നത്. ഉണങ്ങിയ മരം ക്വാർട്ടേഴ്സുകളിലെ താമസക്കാർക്കും ഭീഷണിയാണ്. ഉണങ്ങിയ മരത്തിന്റെ ശിഖരങ്ങൾ ഓരോന്നായി ഒടിഞ്ഞു നിലംപതിക്കുന്നുണ്ട്. അവധിക്കാലത്തും കുട്ടികൾ ഗ്രൗണ്ടിലെത്തി കായിക വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട്. പുതിയതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന് സമീപം മറ്റൊരു മരവും ഉണങ്ങി അപകടാവസ്ഥ ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് പനംകുട്ടി ഇഞ്ചത്തൊട്ടി മേഖലയിൽ ചിന്നാർ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി പാറ പൊട്ടിക്കുന്ന സംഭവം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം VK ബീനാകുമാരിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് സന്ദർശനം നടത്തി. കൃത്യമായ പരിസ്ഥിതി പഠനം നടത്താതെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മനുഷ്യജീവനാണ് വലുതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കാര്യങ്ങൾ കളക്ടറെ ബോധ്യപ്പെടുത്തുമെന്നും തുടർ നടപടികൾ ദ്രുതഗതിയിലാക്കുമെന്നും VK ബീനാകുമാരി പറഞ്ഞു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലെ പനംകുട്ടി ഇഞ്ചത്തൊട്ടി മേഖലയിൽ ചിന്നാർ ജലവൈദ്യുതി പദ്ധതിയുടെ പവർ ഹൌസിന്റെ ടണൽ കടന്നുപോകുന്ന ഭാഗത്ത് സ്ഫോടനം നടത്തി പാറ പൊട്ടിക്കുന്ന സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ സന്ദർശനം നടത്തിയത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രദേശത്ത് പാറ പൊട്ടിക്കുന്നത് മൂലം പദ്ധതി പ്രദേശത്തെ താമസക്കാരായ ജനങ്ങളുടെ ഭൂമിക്കും വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നതായുള്ള പരാതിയെ തുടർന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം VK ബീനാകുമാരി നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രദേശത്ത് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. കൃത്യമായ പരിസ്ഥിതി പഠനം നടത്തിയിട്ടില്ലെന്നാണ് വിലയിരുത്തലെന്ന് VK ബീനാകുമാരി പറഞ്ഞു. കൃത്യമായ പരിസ്ഥിതി പഠനം നടത്തിയിട്ടേ പദ്ധതി നടപ്പിലാക്കാൻ പാടുള്ളൂ. പഠനം നടത്താതെ പദ്ധതി ചെയ്യുന്നത് ശരിയല്ല. മനുഷ്യജീവനാണ് വലുത്. പ്രദേശത്തെ കാര്യങ്ങൾ കളക്ടറെ ബോധ്യപ്പെടുത്തുമെന്നും തുടർ നടപടികൾ ദ്രുതഗതിയിലാക്കുമെന്നും VK ബീനാകുമാരി പറഞ്ഞു. ഈ പാറ പൊട്ടിക്കുന്നത് ഒരു ഏരിയ മൊത്തമാണ് വരുന്നത്. റീറ്റെയിനിങ് വാൾ കുറച്ച് സ്ഥലത്തേ വരും. അപ്പോൾ എന്നാലും പാറ തെറിച്ച് വീടിൻ്റെ മുകളിൽ വീണു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന കരിമരുന്ന് ശക്തി കൂടിയതാണ്. ശക്തി കുറയ്ക്കണം, ജീവൻ രക്ഷിക്കാൻ. പിന്നെ കൂടാതെ ഈ പരിസ്ഥിതി പഠനം നടത്തിയിട്ട് മാത്രമേ ഈ പ്രോജക്റ്റ് നടത്താൻ പാടുള്ളൂ. കാരണം ഇവിടെ മനുഷ്യജീവനാണ് വലുത്. അതിനേക്കാൾ വേറൊന്നുമില്ല. മനുഷ്യരില്ലെങ്കിൽ ഈ ഭൂമിയും ഇല്ല, ഈ കേരളവും ഇല്ല. അപ്പോൾ ഈ പ്രോജക്റ്റ് പഠനം നടത്താതെ ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല.
ഈ പ്രദേശം ഏതാണ്ട് 95% ചെങ്കുത്തായ പ്രദേശമാണ്. ഇവിടെ മഴ പെയ്താൽ ഏതു സമയത്തും ഉരുൾപൊട്ടലുണ്ടാകുവാൻ സാധ്യത ഏറെയുണ്ട്. കഴിഞ്ഞ കാലവർഷത്തിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണിത്. പദ്ധതി പണിയുടെ ആരംഭകാലത്ത് ഏതാനും ചില കുടുംബങ്ങളുടെ ഭൂമിയും വീടും KSEB ഏറ്റെടുത്തിരുന്നു. പ്രദേശം ഭൂമി പരിശോധന വിദഗ്ധ ഏജൻസിയായ NITയെ കൊണ്ട് പരിശോധന നടത്തണമെന്ന് KSEBയോട് ഇടുക്കി ജില്ലാ കളക്ടർ ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KSEBയെ പ്രദേശത്ത് താമസക്കാരായ ജനങ്ങൾ പലതവണ സമീപിച്ചെങ്കിലും നാളിതുവരെ ബോർഡിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടികളും ഇല്ലെന്ന ജനങ്ങളുടെ പരാതിയെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം PK വീനാകുമാരിയോടൊപ്പം എത്തിയ സംഘം പ്രദേശത്തെ ജനങ്ങളെ നേരിൽ കാണുകയും സ്ഥിതിഗതികൾ ചോദിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. കോതമംഗലം സുവർണരേഖ YMCA പ്രതിമാസ പ്രോഗ്രാമിൽ ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ പ്രൊഫസർ സതീഷ് പോളിന്റെ 1000 പേജുള്ള റഫറൻസ് ഗ്രന്ഥം അണുഭൗതികത്തിലെ സങ്കല്പനങ്ങൾ, നോവലിസ്റ്റും കഥാകാരനുമായ സായ് പൂത്തോട്ടയുടെ ഒറ്റവാക്ക് എന്നീ പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു. KP കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. YMCA ഹാളിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ്, ബാബു പോൾ മാവേലി എന്നിവർ പുസ്തക പരിചയം നടത്തി. പ്രൊഫസർ സതീഷ് പോൾ, സായി പൂത്തോട്ട്, ബാബു ഇരുമല, വിജയകുമാർ കളരിക്കൽ, ബിന്ദു ജിജി, കസ്തൂരി മാധവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ 3 ടയറുകൾക്ക് കേടുപാടുകൾ വരുത്തിയതായി പരാതി. തൊടുപുഴ മുള്ളരിങ്ങാട് വെള്ളക്കയം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് തോമസ് ബസിന്റെ ടയറുകളാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. അല്ലസർ മെഡിക്കൽ കോളേജ് അനസ്തേഷ്യ വിഭാഗവും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനസ്തേഷ്യോളജിസ്റ്റ് മലനാട് ശാഖയും സംയുക്തമായി മെയ് 19 ആസ്പെക്ട് 2024 ഏകദിന തുടർ മെഡിക്കൽ വിദ്യാഭ്യാസ പ്രോഗ്രാം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈദ്യുതി ലൈനുകൾ കൂട്ടിമുട്ടി അമിത വൈദ്യുതി പ്രവാഹമുണ്ടായി, ഉപകരണങ്ങൾ തകരാറിലായി. മൂലമറ്റം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപമാണ് സംഭവം. കടുത്ത വേനലിൽ വ്യാപക കൃഷിനാശം സംഭവിച്ച കുമളി ഗ്രാമപഞ്ചായത്തിലെ വെള്ളാരംകുന്നിൽ കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് സന്ദർശനം നടത്തി. പ്രദേശത്ത് നിരവധി കർഷകരുടെ ഏലത്തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങിയിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.